അനിമൽ രചന സൂര്യകാന്തി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. നിരഞ്ജൻ സ്വയം തന്നെ അവനൊരു വികാരങ്ങളുമില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത, ആകുലതകളില്ലാത്ത വെറുമൊരു മൃഗമായി വാർത്തെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ മാധവൻ ഇഹലോകവാസം വെടിഞ്ഞു. നിരഞ്ജന്റെ കയ്യിൽ കിടന്നാണ് അയാൾ അവസാനത്തെ തുള്ളി വെള്ളം കുടിച്ചത്. തുറന്നു വികസിച്ചിരുന്ന ആ കണ്ണുകൾ കൈകൊണ്ട് മെല്ലെ ചേർത്തടച്ചവും നിരഞ്ജൻ തന്നെയായിരുന്നു. നിരഞ്ജനാണ് അവസാനമായി അയാളുടെ ആ നെറ്റിയിൽ ചുംബിച്ചത്. അതുവരെ അയാൾക്ക് വേണ്ടി തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കാത്ത ധന്യയും ജാനകിയമ്മയും അയാൾ മരിച്ചപ്പോൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കള്ളക്കരച്ചിലും പ്രഹസനങ്ങളും ആവോളം കയ്യിൽ നിന്നിറക്കി. പക്ഷേ ഒരു തുള്ളി കണ്ണുനീർ പോലും നിരഞ്ജന്റെ കണ്ണിൽ നിന്നും പുറത്തു ചാടിയില്ല. അച്ഛനെങ്കിലും ഈ വെറുക്കപ്പെട്ട ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് മാത്രം അവൻ ചിന്തിച്ചു. അന്നേരം നിരഞ്ജൻ ഒരു തരം ആത്മസംതൃപ്തിയായിരുന്നു. തന്നെ കൊണ്ട് ആവിധം അച്ഛനെ പരിചരിച്ചു എന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അച്ഛൻ മരിച്ചതോടുകൂടി നിരഞ്ജൻ ആ വീട്ടിൽ നിന്നിറങ്ങി. പക്ഷെ ആ നാട്ടിൽ തന്നെ മറ്റൊരു വാടക വീടെടുത്ത് അവൻ തനിച്ച് ജീവിച്ചു തുടങ്ങി. അവിടെ നിന്നാണ് പോലീസുകാരൻ എന്നൊരാഗ്രഹം നിരഞ്ജന്റെ മനസ്സിലുദിച്ച് അന്നു മുതൽ അതിനുവേണ്ട പഠിപ്പും ട്രെയിനിങ്ങും അവൻ ആരംഭിച്ചു. നിരഞ്ജൻ പൂർണ്ണമായും തന്നിലേക്ക് തന്നെ ഒതുങ്ങി. കോളേജിൽ ഒപ്പം പഠിച്ച ഒരുത്തം മാത്രമാണ് എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാറ്. അവനാണ് ഇടയ്ക്കെല്ലാം അവൻ കൊണ്ടുവരുന്നതിനൊപ്പം നിരഞ്ജനും ഭക്ഷണം കൊണ്ടുവരാറ്. കോളേജിൽ മറ്റു പലരും ഒറ്റപ്പെടുത്തിയപ്പോഴും അവനാണ് നിരഞ്ജനെ ചേർത്ത് പിടിച്ചതും. എങ്കിലും നിരഞ്ജൻ ആ സൗഹൃദത്തെ പോലും അധികം പ്രോത്സാഹിപ്പിച്ചില്ല. തനിക്ക് ആരും വേണ്ട എന്നുള്ളത് നിരഞ്ജൻ തീരുമാനിച്ച് കഴിഞ്ഞിരുന്നു. ആയിടക്ക് ധന്യയും ജയനും വിവാഹിതരായി എന്ന് കേട്ടു. ധന്യയും ജയനും ജാനകിയമ്മ തനിച്ചായതുകൊണ്ട് ആ വീട്ടിലായിരുന്നു അവർക്കൊപ്പം താമസിച്ചിരുന്നത്. പിന്നീട് ജയന്റെ രീതിയും പെരുമാറ്റങ്ങളും മാറി തുടങ്ങി. തന്റെ അമ്മയോടെ തനിച്ചാണ്, അതുകൊണ്ട് തങ്ങൾക്ക് അങ്ങോട്ട് പോകണമെന്ന് ജയൻ വാശി പിടിച്ചു. ഭാര്യ വീട്ടിൽ നിൽക്കുന്നത് നല്ലതല്ലെന്നൊരു കാരണത്താലാണ് ചേട്ടൻ ഇവിടെ നിൽക്കാത്തതെന്നും അതുകൊണ്ട് ഈ വീടും സ്ഥലവും ജയേട്ടന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ എല്ലാ കാലത്തും ജയന്റെ സ്വന്തം എന്ന് കരുതി ജയൻ ഇവിടെ നിന്നോളുമെന്നും ധന്യ പറഞ്ഞു. ആ സ്ത്രീ ഒന്നും നോക്കാതെ ധന്യ പറഞ്ഞ അനുസരിച്ചു. അല്ലാതെ അവർക്ക് വേറെ ആശ്രയമില്ലല്ലോ. മോളും മരുമകനും തന്നെ നല്ല രീതിയിൽ നോക്കിക്കോളുമെന്ന് ആ അമ്മ വിശ്വസിച്ചു. പക്ഷേ പതിയെ പതിയെ ജയന്റെ പെരുമാറ്റങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങി. ആദ്യമെല്ലാം ഒരുപാട് സ്നേഹത്തോടെ പെരുമാറിയുന്ന ജയന്റെ പെട്ടെന്നുള്ള ഭാവപ്പകർച്ച ജാനകിയമ്മക്ക് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസം തോന്നി. വാശിയുടെ കാര്യത്തിൽ ഒട്ടും മോശമില്ലാത്ത ജാനകിയമ്മയും ഒന്ന് രണ്ട് തിരിച്ചു പറഞ്ഞു തുടങ്ങിയപ്പോൾ ജയൻ പൂർണ്ണമായും തന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങി. അവരെ മോശം വാക്കുകൾ കൊണ്ട് സംബോധന ചെയ്യുകയും ഒപ്പം അവർക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ കണക്ക് വിളിച്ചു പറയുകൂടെ ജയൻ ചെയ്തു. ഇടയ്ക്കെല്ലാവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞ് ആക്രോശിച്ചു. ആദ്യമെല്ലാം ജാനകിയമ്മയോടൊപ്പമായിരുന്നു തന്നെ നിന്നിരുന്നു. അമ്മയ്ക്ക് വേണ്ടി അവൾ തന്റെ ഭർത്താവിനോട് വാദിക്കുകയും ചെയ്തു. പക്ഷേ പിന്നെ പിന്നെ ധനിയുടെ സ്വഭാവം മാറി തുടങ്ങി. ഭർത്താവിനെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ തുടങ്ങി. അമ്മയില്ലായിരുന്നുവെങ്കിൽ തങ്ങളുടെ ജീവിതം നന്നാവുമായിരുന്നു എന്നും അമ്മയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ കരടെന്നെല്ലാം പറഞ്ഞ് ജാനകി അവളും കുറ്റപ്പെടുത്താൻ തുടങ്ങി. മരുമകന്റെയും സ്വന്തം മകളുടെയും പെരുമാറ്റം ആ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറമായിരുന്നു. ചെയ്ത തെറ്റുകൾ ഓരോന്നായി ജാനകി തിരിച്ചറിഞ്ഞു തുടങ്ങി. ഹരീന്ദ്രനോട് ചെയ്ത്, നിരഞ്ജനോട് ചെയ്ത്, മാധവനോട് ചെയ്ത്, അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര തെറ്റുകൾ. എല്ലാവരോടും താൻ ചെയ്ത നീതികേണ്ട ഫലമാണ് താനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന സത്യം അവർ മനസ്സിലാക്കാൻ തുടങ്ങി. ഒരിക്കൽ ഒരു പാതിരാത്രി നിരഞ്ജൻ നല്ല ഉറക്കത്തിലായിരിക്കുകയാണ്. പുറത്ത് കഥകൾ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നു. ആ കൂരാക്കൂരിട്ടിൽ ആ പെരുമഴയത്ത് ആരായിരിക്കും കഥകൾ തട്ടുന്നതെന്നൊരു ചിന്തയോടെയാണ് നിരഞ്ജൻ വാതിൽ തുറന്ന്. നനഞ്ഞു കുതിർന്ന അവശയായ ഒരു സ്ത്രീയെ കണ്ടു അവൻ. അത് തന്റെ അമ്മയാണ് തിരിച്ചറിയാൻ നിരഞ്ജന് പിന്നെ 1-2 നിമിഷം വേണ്ടി വന്നു. അത്രമാത്രം ക്ഷീണിച്ചു പോയിരുന്നു അവർ. അത്രമാത്രം പഴയ ജാനകിയുടെ പ്രൗഢി നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. അവനൊന്നും പറഞ്ഞില്ല, അവനൊന്നും ചോദിച്ചുമില്ല. ആർക്കുള്ളിലേക്ക് കടക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് ആ വാതിൽക്കൽ നിന്ന് അല്പം നീങ്ങി നിന്നു. ജാനകിയമ്മ ഉള്ളിലോട്ട് കയറി വരികയും ചെയ്തു. ആകെ ഒറ്റമുറി ഉണ്ടായിരുന്നുള്ളൂ ആ ഓടിട്ട വീട്ടിൽ. അവൻ കിടന്നിരുന്ന മുറിയിൽ നിന്ന് അവന്റെ തലയിണയും പുതപ്പും എടുത്ത് നിരഞ്ജൻ ഹാളിൽ ഒരു പായ വിരിച്ച് കിടന്നു. ജാനകി അല്പനേരം അങ്ങനെ തറഞ്ഞു നിന്നു. അവൻ ഉറങ്ങിയെന്ന് തോന്നിയപ്പോൾ അവരാ മുറിയിലും കിടന്നു. അന്നു മുതൽ അവരവനോട് മാപ്പ് അപേക്ഷിച്ച് നടക്കുകയാണ്. പക്ഷേ മാപ്പ് എന്ന 2 അക്ഷരം കേൾക്കാൻ അവൻ ഇന്നേവരെ ആ സ്ത്രീയുടെ മുമ്പിൽ നിന്നുകൊടുത്തിട്ടില്ല. അതായിരിക്കും ഒരുപക്ഷെ അവൻ തന്റെ അമ്മയ്ക്ക് കണക്കാക്കിയിരുന്ന ഏറ്റവും വലിയ ശിക്ഷ. നേരം പുലർന്നിട്ടും പാറുവിനെ കാണാനില്ലെന്നൊരു ആശങ്കയിലിരിക്കുകയായിരുന്നു അത്രയും നേരം കാത്തുവും വക്രുവും. ഇനി ഇങ്ങനെ നോക്കിയതിന്റെ കാര്യമൊന്നുമില്ല വക്രു, നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ആ കടുവ ഈ ചേച്ചി എങ്ങാനും പിടിച്ച് വിഴുങ്ങിയെന്ന് എന്റെ പേടി. കാർത്തു ഭയത്തോടെ പറഞ്ഞുകൊണ്ട് പതിയെ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റു. വാതിൽക്കൽ കട പൂട്ടിയിരിക്കുകയാണെന്നൊരു ബോർഡും തൂക്കിയിട്ട് അവർ രണ്ടാളും വാതിലടിച്ച് പുറത്തേക്ക് ഇറങ്ങി. പക്രുവിന് വേഗത്തിൽ നടക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കാർത്തു സൈക്കിൾ എടുത്തു. അവന് മുന്നിലെത്തി അവൾ സൈക്കിൾ ചവിട്ടി തുടങ്ങുകയും ചെയ്തു. നിരഞ്ജന്റെ വീടെത്തുന്നവരെ രണ്ടാൾക്കും വല്ലാത്ത അസ്വസ്ഥതയുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം വിളിച്ചാണ് ഈ ചേച്ചി, പിന്നെ ഈ നേരം വരെ വിളിച്ചിട്ടില്ല. തിരിച്ചു വിളിച്ചിട്ടോട്ട് എടുക്കുന്നുമില്ല. പക്രുവും കാർത്തുവും പരസ്പരം ഒന്നും പറയുന്നോ ചോദിക്കുന്നോ ഉണ്ടായിരുന്നില്ല. ഭയം രണ്ടാളെയും ഒരുപോലെ പിടിമുറുക്കി തുടങ്ങിയിരുന്നു.
നിരഞ്ജന്റെ വീടിന്റെ ഗേറ്റിനരികിൽ സൈക്കിൾ നിർത്തിക്കൊണ്ട് പതിയെ രണ്ടാൾ ഉള്ളിലേക്ക് കടന്നു. അതേ, ഇവിടെ ആരുമില്ലേ? കാർത്തുറക്കെ വിളിച്ചു ചോദിച്ചു. എവിടെ? ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നില്ലെന്ന് കാണെ രണ്ടാൾക്ക് പിന്നെയും വെപ്രാളമായി. എടി ചേച്ചി, നമുക്കൊന്ന് കയറി നോക്കാം, പക്രു പറഞ്ഞു. അന്നേരമാണ് മുൻവശത്തെ വാതിൽ പകുതി ചാരിയിട്ടേ ഉള്ളൂ എന്ന് ഇരുവരും ഒരുപോലെ ശ്രദ്ധിക്കുന്നു. ദേ പക്രു, ഇത് തുറന്നെടുക്കുകയാണല്ലോ, കാർത്തു ആ വാതിൽ നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇരുവരും ഒരുപോലെ ഉള്ളിലേക്ക് കടന്നു. പക്ഷെ മുന്നിലെ കാഴ്ച കാണെ ഇരുവരും ഒരുപോലെ തരിച്ചു നിന്നുപോയി. അത്യാവശ്യം വിശാലമായ ആ ഹാളിന്റെ ഒരു മൂലയിൽ ഇരുന്നിറങ്ങിയാണ് നിരഞ്ജൻ. അവന് തോളിലോട്ട് ചാരി തൊട്ടപ്പുറത്തിരുന്ന് ഗാഠമായി ഉറങ്ങുന്നുണ്ട് പാറു. കാർത്തു രണ്ടു കണ്ണും കൂട്ടിത്തിരുമ്മി ഒന്നുകൂടെ മുന്നിൽ കാണുന്നവരെ ഇരുത്തിയെന്ന് നോക്കി. കണ്ണൊന്നും അടിച്ചു പോയതല്ലടി ചേച്ചി, കാണുന്നത് സത്യം തന്നെയാ. കാർത്തുവിന്റെ ആ കാണിച്ചു കൂട്ടൽ കാണെ പക്രു പറഞ്ഞു പോയി. പക്രുവിന്റെ കണ്ണ് ഇപ്പോൾ വിളിയിൽ ചാടുമെന്നായിട്ടുണ്ട്. ഓഹോ, എന്തു മനോഹരമായ കാഴ്ച, നല്ല അലുവയും മത്തിക്കറിയും പോലെ. പക്രു താടിക്ക് കൈ കൊടുത്തിരുന്നോണ്ട് നെടുവിൽപ്പെട്ടു. എന്തോന്നടാ ഇത്, രണ്ടും സമാധിയായി പോയോ? കാർത്തി ചോദിച്ചു പോയി. ഏയ് ഉറങ്ങുക, തട്ടി വിളിക്കേ, പക്രു പറഞ്ഞപ്പോൾ കാർത്തു മുന്നിലേക്കായിരുന്നു പാറുവിനും തട്ടി വിളിച്ചു. ഈ ചേച്ചി എഴുന്നേറ്റേ. പാറു ഗാഠമായ ഉറക്കത്തിലാണെന്ന് തോന്നി കാർത്തുവിന്. ഇല്ലെങ്കിൽ ഒരൊറ്റ വിളിയിൽ ഏത് വെളുപ്പാങ്കാലത്തും ചാടി എഴുന്നേൽക്കുന്നതാണ് പാറു. പാറുവിനെയാണ് തട്ടി വിളിച്ചുകൊണ്ടിരുന്നെങ്കിലും എഴുന്നേറ്റത് അപ്പുറം ഇരിക്കുന്നവനാണ്. കടുവ കണ്ണു തുറക്കുന്ന കാണെ കാർത്തു ഭയത്തോടെ രണ്ടടി മാറി നിന്നു. കണ്ണു തുറക്കുമ്പോൾ തല പൊട്ടിപ്പിളരും പോലെ തോന്നി നിരഞ്ജന്. അത്രമാത്രം ഇന്നലെ കുടിച്ചിട്ടുണ്ട്. കുടിച്ചതിന്റെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു, ഒന്ന് ബോധം കിട്ടുറങ്ങാൻ, ഒന്നും ഓർക്കാതെ ഇരിക്കാൻ. വെളിച്ചം കണ്ണിലടിക്കുമ്പോൾ നിരഞ്ജന് അസ്വസ്ഥത തോന്നി. കണ്ണൊന്നുകൂടെ തിരുമ്മി തുറന്നപ്പോഴാണ് നിരഞ്ജൻ മുന്നിൽ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ തന്നെ നോക്കി നിൽക്കുന്ന കാർത്തുവിനെ കാണുന്നു. മറ്റേ കുഞ്ഞു പെരിച്ചാഴിയും കൂടെയുണ്ട്. ഈ വറ്റകളെല്ലാം എന്തായി ഇവിടെ എന്നൊരു ചിന്തയോടെ നിരഞ്ജൻ ചാടി എഴുന്നേൽക്കാൻ നിൽക്കുമ്പോഴാണ് വല്ലാത്ത തോളിലൊരു ഭാരം പോലെ. വലതുവശം ഒന്ന് ചെരിഞ്ഞു നോക്കി നിരഞ്ജൻ ഞെട്ടിപ്പോയി. ഒരു നിമിഷം ചിന്തിച്ചിരുന്ന നിരഞ്ജൻ ഞൊടിയിടയിൽ ചാടി എഴുന്നേറ്റു. ഒരലർച്ചയായിരുന്നു നിരഞ്ജൻ. പാറു ഒരു വശം ചെരിഞ്ഞു വീണുപോയി. ആരാ, എന്താ, എവിടെയാ എന്ന മട്ടിൽ പാറുവും ചാടി എഴുന്നേറ്റു. പാറു ചുറ്റും നോക്കി ഇന്നലത്തെ കാര്യങ്ങൾ ഓർത്തെടുത്തു. മുന്നിൽ അപ്പോഴാണ് തന്നെ നോക്കി ദയിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനെ അവൾ കാണുന്നത്. നിനക്ക് കിടന്നുറങ്ങാൻ എന്റെ നെഞ്ചത്തെ സ്ഥലം കണ്ടുള്ളൂ? സത്യം പറഞ്ഞോളാം, മൂന്നും കൂടെ ഇതിനുള്ളിൽ എന്തൊപ്പിക്കായിരുന്നു? നിരഞ്ജൻ അലറി. പാറു ഞെട്ടിപ്പോയി അലർച്ചയിൽ. ഒപ്പം കിളിയിലാവരച്ചുകൊണ്ട് പക്രുവും കാർത്തുവും പാറുവിന്റെ പിന്നിലേക്ക് ഒളിച്ചു. പാറു കാർത്തുവിനെയും പക്രുവിനെയും തിരിഞ്ഞു നോക്കി. ഇവരെവിടെ നിന്ന് പൊട്ടി വീണെന്നാണ് അന്നേരം പാറുവും ചിന്തിച്ച്. അയ്യോ, ഞങ്ങളൊന്നും ചെയ്തില്ല, ഞാനിവനിപ്പോ വന്നതേ ഉള്ളൂ. ഞങ്ങൾ വരുമ്പോ നിങ്ങൾ രണ്ടാളും സമാധിയായ പോലെ ഇവിടെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു, കാർത്തു എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. നിരഞ്ജനും പാറുവും ഒരുപോലെ ഞെട്ടി അവരെ നോക്കി. എടി ചേച്ചി, അവര് കെട്ടിപ്പിടിച്ചിട്ടല്ലേ ഇരുന്നിരുന്നേ? പക്രു കാർത്തുവിനോട് പതിയെ അടക്കം ചോദിച്ചു. ഒന്നും മിണ്ടാട്ടില്ലടാ, എപ്പോഴത്തിന് പറഞ്ഞു പോയതാ. ഇനിയോ തിരുത്താൻ ചെന്ന് അങ്ങേര് നമ്മൾ ആ ഭിത്തിയിൽ ആണിയടിച്ച് തൂക്കും. കാർത്തുവരെ നോക്കി കണ്ണുരുട്ടി. പക്രു വായി മൂടി അങ്ങനെ തന്നെ നിന്നു. പാറു ഇന്നലത്തെ കാര്യങ്ങൾ ഓരോന്നായി ഓർത്തെടുത്തു. ജാനകിയമ്മയെ കുറിച്ച് അവൻ പറഞ്ഞ കാര്യങ്ങൾ, അതിലേറെ ധന്യയെക്കുറിച്ച് അറിഞ്ഞ് ഞെട്ടിക്കുന്ന സത്യങ്ങൾ, അവനുമെല്ലാം ഉപരി നിരഞ്ജൻ എന്ന മനുഷ്യനെ കുറിച്ചുള്ള തിരിച്ചറിവ്. അവൻ ഇന്നലെ എല്ലാം പറഞ്ഞ് തനിക്ക് മുമ്പിൽ നിന്ന് വിതുമ്പിക്കറിഞ്ഞ ഓർമ്മ വന്നുപോയി പാറുവിന്. പാറുവിന് മുന്നിൽ നിൽക്കുന്നതിനോട് അലിവ് തോന്നി, പാവം തോന്നി, ഇഷ്ടം തോന്നി. മറ്റെന്തെങ്കിലും തോന്നാൻ അവൾക്ക് സമയം കൊടുക്കാതെ നിരഞ്ജൻ പിന്നെയും അലറി. നീ എന്താടി നിന്ന് ഉറങ്ങുന്നോ? ചോദിച്ചൊരു സമാനം പറയടി. നീ ഇവരും കൂടെ എന്തിനാ വീട്ടിൽ അതിക്രമിച്ച് കയറിയതെന്ന്. ആ ഗർജനത്തിൽ അതുവരെ പാറുവിൻ്റെ ഉള്ളിൽ കിളിർത്ത വികാരങ്ങൾ അത്രയും വേരും പറിച്ചുകൊണ്ട് ഓടിപ്പോയി. നിങ്ങൾ ചെല്ല്, ഞാൻ സാറിനോടൊരു കാര്യം പറഞ്ഞിട്ട് വരാം. പാറു പറയവേ കിട്ടിയ തടയും കൊണ്ട് കാർത്തും പക്രവും ആ പുലിമടയിൽ നിന്ന് ഇറങ്ങി ഓടി. നിരഞ്ജൻ അവളെ കണ്ണുരുട്ടിയെന്ന് നോക്കി. എന്തിനാ വീട്ടിൽ കയറിയത്? നിരഞ്ജൻ ചോദ്യം ആവർത്തിച്ചു. മോഷ്ടിക്കാൻ. ഒട്ടും ഭാവവ്യത്യാസമില്ലാതെ പാറുവിന്റെ സ്വരം. എന്നിട്ട് മോഷ്ടിച്ചു കഴിഞ്ഞോ? നിരഞ്ജൻ പുച്ഛത്തോടെ ചോദിച്ചു. ഉവലോ, കൈ രണ്ടും പിണച്ചേട്ടിന്ന് പാർവതിയെ പറഞ്ഞു. നിരഞ്ജനെ നെറ്റി ഒളിഞ്ഞു. എന്ത്? പോലീസിന്റെ മനസ്സ്. പാറുവിന്റെ ഹൃദയഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പതിയെ പറഞ്ഞു. നിരഞ്ജന നെഞ്ചൊന്ന് പിടച്ചു അവളുടെ ആ പറച്ചിലിൽ. എങ്കിലും ഇന്നലെ നടന്നതിനെ പറ്റി ഒരു ഓർമ്മയില്ലാതിരുന്ന നിരഞ്ജൻ അവളെ തന്നെ തറപ്പിച്ച് നോക്കി നിന്നു. ഞാൻ കരുതിയതിനുള്ളിൽ കല്ലാണെന്ന്, പക്ഷെ എനിക്ക് തെറ്റി. പാറു കൂട്ടിച്ചേർത്തു. നീ തലയിടിച്ചെവിടെയെങ്കിലും വീണോ, അതോ തലക്കിട്ടാരെങ്കിലും തന്നോ? എന്തായാലും കാര്യമായിട്ടെന്തോ പറ്റിയിട്ടുണ്ട്. നിരഞ്ജൻ അവളെ ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. സാറ് പോയി തല നനക്കിയെന്ന് കുളിക്ക്, അവ കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും. പാറുവും വിട്ടുകൊടുത്തില്ല. നിരഞ്ജൻ അങ്ങനെ നോക്കിയൊക്കെ പാറു അവന്റെ അരികിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു, അത്രയും അടുത്ത്. നിരഞ്ജന്റെ ഇരുകവിളിലും വിരൽ വെച്ച് വലിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ പോലെ ആൾ അവനെ ഒന്ന് കൊഞ്ചിച്ചു. സാരല്ല, പോട്ടെ.
അത്രയും പറഞ്ഞുകൊണ്ട് പാറു പുറത്തേക്ക് കിടക്കുമ്പോൾ നിരഞ്ജന്റെ വാ തുറന്നുപോയി. ആ തുറന്നിട്ട ജനലിലൂടെ കാഴ്ച കണ്ടു നിന്നിരുന്ന രണ്ടെണ്ണത്തിന്റെയും വായും അതേപോലെ തുറന്നു തന്നെ ഇരുന്നു. പക്ഷെ പാറുവിന്റെ ഉള്ളിൽ ആ പ്രവൃത്തി ചെയ്യുന്ന നേരം അവൻ പോലീസുകാരനോ കർക്കശക്കാരനോ നിരഞ്ജനോ ആയിരുന്നില്ല. മറിച്ച് പാറുവിന് അവനപ്പോൾ ആ 7 വയസ്സുകാരനായിരുന്നു. ഒറ്റപ്പെട്ടു പോയ ആ 7 വയസ്സുകാരൻ, സ്നേഹമെന്നറിയാത്ത ആ 7 വയസ്സുകാരൻ, കൊതിച്ചതൊന്നും കിട്ടാത്ത ആ 7 വയസ്സുകാരൻ. നിരഞ്ജന്റെ കഥ കേട്ട് നിർത്താതെ കരയുകയാണ് കാർത്തു. പക്രുവിനും സങ്കടം തന്നെയാണ്. എന്നാലും എന്റെ ഇച്ചേച്ചി, ആദ്യ നോസറിന്റെ കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന ആ മനുഷ്യന് ഇത്രയും നോലിനായിരുന്നെന്ന് ആരെങ്കിലും കരുതിയോ? കാർത്തു കണ്ണുടച്ച് മൂക്കൊലിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി അങ്ങനെ കണ്ടൊന്ന് സമാധാനിപ്പിക്കണം. കാർത്തു തീരുമാനിച്ചു കഴിഞ്ഞു. ഓവ്, സമാധാനിപ്പിക്കാൻ അങ്ങോട്ട് ചെല്ല്, ഇടിച്ച് പപ്പടാക്കും അങ്ങേര് നിന്നെ, പാറു ചിരിയോടെ പറഞ്ഞു. ആ കള്ളും പുറത്ത് അങ്ങേര് ഉള്ളിലുള്ളൊക്കെ അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ. അത് കരുതി അങ്ങേർക്കാരുടെ ആശ്വാസവാക്കും സമാധാനിപ്പിക്കലൊന്നും വേണ്ട. വർഷങ്ങൾ ഇത്രയായില്ലേ, മൂപ്പർക്ക് ഈ ഒറ്റപ്പെടലും ആ വരണ്ട ജീവിതമെല്ലാം ശീലായി കാണും. ഇനി അങ്ങേര് കെട്ടിപ്പടുത്ത ആവാസ വ്യവസ്ഥയെ തല്ലിത്തർക്കാൻ സ്നേഹം കൊണ്ട് ആരെങ്കിലും ചെന്നാലേ അങ്ങേര് ആ ചെന്നയാളെടുത്ത് തൂക്കി എറിയും. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പാറു നിരഞ്ജനെ നന്നായി അളന്നു കഴിഞ്ഞിരുന്നു. അവനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഇന്നേരം ആ ഷവറിന് ചോട്ടിൽ നിൽക്കുകയായിരുന്നു നിരഞ്ജൻ. എത്ര നേരമായി നിൽപ്പ് തുടങ്ങിയിട്ട്. തലതണയ്ക്ക് വെള്ളം വീണപ്പോൾ പാറു പറഞ്ഞ പോലെ അവ്യക്തമായ പല കാര്യങ്ങളും അവന് ഓർമ്മ വന്നു. ഒരുപാടൊന്നും ഓർത്തിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും താൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത തന്റെ ഭൂതകാലമേറെയും പാറു അറിഞ്ഞു എന്നവന് മനസ്സിലായി. പിറ്റേന്ന് അതിരാവിലെ പാറു വീട്ടിൽ വന്നപ്പോൾ ഭാഭേദങ്ങളൊന്നുമില്ല നിരഞ്ജന ആ വാതിൽ തുറന്നു കൊടുത്തു. തലയിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി അവളൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും പറയാത്തതിന് നിരഞ്ജന അതെല്ലാം മനസ്സിലാക്കിയെടുത്തു എന്ന് ഏകദേശം പാറുവിനും ധാരണയായി. പരസ്പരം ഒന്നും മിണ്ടാതെയും ചോദിക്കാതെയും നിരഞ്ജന്റെയും പാറുവിന്റെയും 2 ദിവസങ്ങൾ കടന്നുപോയി. അന്ന് പാറു ഉണ്ടാക്കിയ ദോശയും ചമ്മന്തിയും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിരഞ്ജൻ. പാറു അടുക്കളയിൽ നിന്ന് ഉച്ചത്തേക്ക് കൂടെയുള്ള തയ്യാറാക്കുകയായിരുന്നു. ആ നേരമാണ് പുറത്തൊരു ഓട്ടോറിക്ഷ വന്ന് നിന്ന്. നിരഞ്ജൻ കഴിപ്പ് നിർത്തി കൈ കഴുകി പുറത്തേക്ക് ഇറങ്ങി. ഒപ്പം അടുക്കളയിൽ നിന്ന് ഇങ്ങ് വന്ന് പാറു വന്ന് എത്തി നോയി പുറത്തേക്ക്. ജാനകിയമ്മയാണ്, അവരുടെ കൂടെ ധന്യയുമുണ്ട്. നിരഞ്ജൻ അവരെ കണ്ടപ്പോൾ അങ്ങ് ഇറങ്ങിച്ചെന്നു. ഓട്ടോക്കാരന്റെ കൂലി കൊടുത്തു. നിരഞ്ജൻ ഇങ്ങ് തിരികെ കയറി വന്നിട്ടും ജാനകിയമ്മയും ധന്യയും മടിച്ചു ആ ഉമ്മറത്ത് നിൽക്കുകയാണ്. ഞാൻ തന്ന പണം ബില്ലടക്കാൻ തന്നെയല്ലോ അല്ലേ? നിരഞ്ജൻ ജാനകിയമ്മയുടെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് ചോദിച്ചു. ധന്യ എന്നാൾ അവിടെ ഉള്ളതായി പോലും അവൻ ഭാവിച്ചില്ല. ഉവ്, അതിലും മിച്ചമുണ്ട്, ജാനകിയമ്മ പറഞ്ഞപ്പോൾ നിരഞ്ജൻ ഒന്ന് കനത്തിൽ മൂളിക്കൊണ്ട് അകത്തേക്ക് കടന്നു. 1-2 നിമിഷം പിന്നെ ഇരുവരും മുഖാമുഖം നോക്കി നിന്നു. നീ കയറിപ്പോര്, അവൻ താരപ്പൊലിയായിട്ട് വന്ന് സ്വീകരിക്കില്ല ഒരിക്കലും നിന്നെ. അവനോട് ചെയ്ത് അത്രത്തോളം ആണല്ലോ. ഇവിടെ നിനക്കൊരു അഭയം തന്നതിന് അവന്റെ നല്ല മനസ്സായി കണ്ടാ മതി. അവന്റെ ഉള്ളിലെ മുറി ഉണങ്ങാൻ സമയമെടുക്കും, ജാനകിയമ്മ ധന്യയെ നോക്കി പറഞ്ഞു. ധന്യയുടെ മുഖം താഴ്ന്നുപോയി. ആളൊരു നെടുവീർപ്പോടെ അമ്മയ്ക്കൊപ്പം അകത്തേക്ക് കയറി. മോളെപ്പെത്തി? അകത്തിരിക്കുന്ന പാറുവിൽ നോക്കി ജാനകിയമ്മ നേരത്തെ ചിരിയോടെ ചോദിച്ചു. എന്ന് വരുന്ന നേരത്തെ എത്തി. പാറു ചിരിയില്ലാതെ മറുപടി പറഞ്ഞു. ഒന്ന് കിടക്കട്ടെ മോളെ, ഓട്ടോയിൽ ഇതുവരെ ഇരുന്നോണ്ടാവാം കാലിലേക്കൊക്കെ നീരിറങ്ങിയിരിക്കുക. പാറു മെല്ലെയൊന്ന് തലയാട്ടി. ജാനകിയമ്മ മുറിയിലേക്ക് കയറി. ഒപ്പം വരുന്ന തന്നെയാ പാറുവിനെ നോക്കി ചിരിച്ചു. പക്ഷെ പാറുവിന് തിരികെ ചിരിക്കാനായില്ല. ആൾ മുഖം തിരിച്ചങ്ങ് തിരിഞ്ഞ അടുക്കളയിലേക്ക് നടന്നപ്പോൾ ധന്യയുടെ മുഖം മങ്ങിപ്പോയി. അടുക്കളയിൽ കയറി തന്നെ ജോലികൾ മുഴുകുമ്പോഴും പാറു അത് തന്നെയാണ് ആലോചിച്ചിരുന്നത്. ധന്യയെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ട് പോലും തനിക്ക് അവളോട് തരി അനുകമ്പം തോന്നില്ല. അപ്പൊ അവൾക്ക് പിന്നെ അഭയം കൊടുത്ത നിരഞ്ജന്റെ മനസ്സ് എത്ര വിശാലമായിരിക്കുമെന്ന് ആൾക്ക് നിരഞ്ജന്റെ മുഖം ഓർമ്മ വന്നു. ആ രൂപം ഓർമ്മ വന്നു. പോലീസ് യൂണിഫോമിൽ നിൽക്കുമ്പോഴുള്ള അവൻ ആ മട്ടും ഭാവവും ഓർമ്മ വന്നു. അങ്ങനെ കൊണ്ടുപോയി അവനെ ആ രൂപക്കൂട്ടിൽ പ്രതിഷ്ഠിക്കാൻ തോന്നിപ്പോയി പാറുവിന്. പോലീസ് യൂണിഫോം ഇട്ട് ലാത്തിയും പിടിച്ച് രൂപക്കൂട്ടിലേക്ക് നിരഞ്ജനെ ഓർക്കെ പാറുവിനും ചിരി വന്നുപോയി. എന്തെങ്കിലും സഹായം വേണോ പാറു? തേങ്ങ ചിരവിക്കൊണ്ടിരുന്ന പാറുവിനരികിലേക്ക് തന്നെ വന്നിരുന്നുകൊണ്ട് ചോദിച്ചു. ഓ വേണ്ട, പാറു അധികം താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. ധന്യയുടെ മുഖം വീണ്ടും മങ്ങി. ഇപ്പോൾ ധന്യ വന്നിട്ട് 2 ആഴ്ച കഴിയാറായി. ആ വീട്ടിലാരും ധന്യയോട് അമ്മിനും വില്ലിനും അടുക്കുന്നില്ല. നമ്മൾ സമപ്രായക്കാരാണെന്ന് തോന്നുന്നല്ലേ പാറു? എനിക്ക് കുഞ്ഞിനെ ഒരുപാട് കൂട്ടുകാരികളുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായിരുന്ന സൗഹൃദങ്ങളെല്ലാം നിലച്ചു. ഇപ്പം ആരുമായിട്ടൊരു ബന്ധവുമില്ല. ജേട്ടൻ്റെ വീട്ടിൽ കിടന്ന് ശ്വാസം മുട്ടുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എൻ്റെ വിഷമം പറയാനെങ്കിലും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഒരു നെടുവീർപ്പോടെ തന്നെ പറഞ്ഞു നിർത്തി. ഒന്ന് ഇരുത്തി മൂടിയതല്ലാതെ പാറൊന്നും മിണ്ടിയില്ല. കൂട്ടുകൂടാൻ ആരെങ്കിലും കിട്ടണമെങ്കിൽ കയ്യിലിരിപ്പ് നന്നാവണമെന്ന് പറയാൻ തോന്നി പാറുവിന്. പിന്നെ അവളായിട്ട് തന്നെ വേണ്ടെന്ന് വെച്ചു. ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്? ധന്യ വെറുതെ കുശലം ചോദിച്ചു. അതെ, ഏട്ടന് ദോശയാണ് കൂടുതൽ ഇഷ്ടം. 2നും ഒരേ മാവ് തന്നെയാണ്. അങ്ങേര് കഴിക്കുമ്പോൾ ദോശയാണെന്ന് എഴുതി ഞാൻ കഴിച്ചോളൂ. പിന്നെ സാറിനങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. ആഗ്രഹിച്ചൊന്നും കിട്ടാൻ വളർന്നല്ലേ. പോരാത്തിന് ഒരുപാട് പട്ടിണി ഇടുന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു സാറ്. അതുകൊണ്ട് ഇപ്പം കിട്ടുന്ന ഭക്ഷണമെല്ലാം അങ്ങേര് അമൃതമായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ. പുച്ഛത്തോടെ പാറു മറുപടി പറഞ്ഞു.
തങ്ങളെ സംബന്ധിക്കുന്ന സകല രഹസ്യങ്ങൾ അവൾക്ക് അറിയാമെന്ന് ധന്യയ്ക്ക് പാറുവിന്റെ ആ ഉത്തരത്തിൽ തന്നെ മനസ്സിലായി. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഏട്ടൻ പറഞ്ഞാണോ പാറുവിനോട്? ധന്യ മടിയോടെ ചോദിച്ചു. പാറു മറുപടിയൊന്നും പറയാതെ ധന്യയെ കനപ്പിച്ച് നോക്കി. ശരിയാ, ഒരുപാട് തെറ്റ് ഞാൻ ഏട്ടനോട് ചെയ്തിട്ടുണ്ട്. ഏട്ടന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും എന്നോട് ക്ഷമിക്കില്ലായിരുന്നു, എനിക്ക് അഭയം തരില്ലായിരുന്നു. ധന്യ സങ്കടത്തോടെ പറഞ്ഞു. ആ ഒരു ബോധം തുടർന്നുണ്ടെങ്കിലും നല്ലതാ, പാറു ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു. സാധാരണ ആരെങ്കിലും തന്റെ മുമ്പിൽ വന്ന് കണ്ണു നിറച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഉരുകുന്ന മനസ്സാണ് പാറുവിന്. പക്ഷേ ഇപ്രാവശ്യം പാറുവിന്റെ മനസ്സങ്ങ് ഉരുകുന്നില്ല. ധന്യയെ കാണുമ്പോഴെല്ലാം ഉള്ളിലെന്തോ ഒരുപാട് അടക്കാനാവാത്ത ദേഷ്യമാണ് പാറുവിന്. ധന്യ തൊട്ടപ്പുറം നിന്ന് കണ്ണു തുടക്കുന്നുണ്ട്. പാറു ശ്രദ്ധിക്കാതെ ചായപാത്രത്തിൽ നിന്നും പൊടിയരിച്ചു മാറ്റിയ ചായ കപ്പിലേക്ക് പകർന്നു. ഏട്ടന് ഞാൻ കൊണ്ടുകൊടുത്തോട്ടെ? ഉണ്ടാക്കാൻ അറിയാമെങ്കിലേ തന്റെ ഏട്ടന് കൊണ്ടുകൊടുക്കാനും എനിക്കറിയാം, അല്ല പിന്നെ. പാറു ചായ കൊണ്ട് പുറത്തേക്ക് നടന്നു. ധന്യ ഒന്നും മിണ്ടാതെ തന്നെ മുറിയിലേക്കും പോയി. തലയും താഴ്ത്തി നിറഞ്ഞ കണ്ണുകളോടെ തന്നെ അങ്ങ് പോകുന്നതാണ് പാറുവിനൊരു ഇത്തിരി പാവമില്ലാന്ന് തോന്നിയെങ്കിലും നിരഞ്ജനെ ഓർത്തപ്പോൾ അത് പാടെ അങ്ങ് മാഞ്ഞു പോവുകയും ചെയ്തു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.